നമസ്കാരം, എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിന് തൊട്ടടുത്തുള്ള സ്ഥലമായ കുഴുവേലിപ്പടിയിലാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2160 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ കാണുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 6.5 കിലോമീറ്ററും, ആലുവയിലേക്കാണെങ്കിൽ ഒരു 8 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് ഒരു 9 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനിലായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് വീടൊന്ന് കണ്ടിട്ട് വരാം. 4 മീറ്റർ വീതിയുള്ള റോഡാണിത്. നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ വർക്ക് കഴിച്ചിരിക്കുന്നത്. LED സ്പോട്ട് ലൈറ്റുകളും എല്ലാം മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മതിലാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ മതിൽ തുടങ്ങുന്നത്. നമുക്കൊന്ന് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ ഗേറ്റ്. ഈ വീട് വടക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറിയ 2 വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കടപ്പ കല്ലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഇലകളെല്ലാം വീട് കിടപ്പുണ്ട്, ക്ലീൻ ചെയ്യാനുണ്ട്. വേറെ വർക്കുകളെല്ലാം ഓൾറെഡി കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ പിന്നെ വീണ്ടും നമുക്ക് ബൈക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ലൊരു കിണറുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. ഇതാണ് സിറ്റ് ഔട്ട്. ഇതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് തേക്കിലാണ്. ഡോർ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് റൂമിലേക്കാണ് കയറുന്നത്. നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് എൻ്റെ ഡൈനിങ് ഹാള്. നല്ല വിശാലമായ സ്പേസാണുള്ളത് ഇവിടെ. ഇവിടെ എല്ലാം ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ടൈൽസുകളെല്ലാം കജാരിയുടെ നല്ല ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാശേരി കൊടുത്തിട്ടുണ്ട്. സെറയുടെ ആണ് ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം. നമുക്ക് താഴത്ത് 2 ബെഡ്റൂമാണുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. ഇവിടെ ഒരു സിംഗിൾ പാളിയുടെ ജനലും ഇവിടെയും ഓരോ സിംഗിൾ പാളിയുടെ ജനലുകളാണ് കൊടുത്തത്. നല്ലൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മൾ ഒരു ബെഡ്റൂം താഴത്ത് കണ്ടു. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കണുള്ളൂ. ഇവിടെയും നല്ല ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇനി കിച്ചനാണ്. ഇതാണ് കിച്ചൺ.
കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണാണ് കേട്ടോ. ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് സെക്കൻഡ് കിച്ചൺ ഇവിടെ ഉണ്ട്. ഇവിടെയും ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ്. ഇവിടെ ഇത്ര സ്പേസ് ഉണ്ട്. ഇതുപോലെ നല്ല സ്പേസാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് എൻ്റെ സ്റ്റെയർ. നല്ല മനോഹരമായി തന്നെ എൻ്റെ സ്റ്റെയറുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തേക്കിൻ്റെയാണ്. ഇവിടെയും ഇതുപോലെ സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുപോലെ ഒരു കബോർഡ് വർക്ക് കണ്ടോ. ഇനി നമുക്ക് മുകളിൽ ഇതൊരു ബെഡ്റൂമാണ്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബെഡ്റൂമാണ്. ഓരോ സിംഗിൾ പാളിയുടെ ജനലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു സീലിംഗ് ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമാണിത്. അപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഉണ്ടോ, സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു വാർഡ്രോബാണ് ഉള്ളത്. നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, ഒന്നിരിക്കാനൊക്കെ. അതുപോലെ ഇത് ചെറിയൊരു ബാൽക്കണിയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി ഇവിടെയും നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇനി ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസാണ് കേട്ടോ. ഓപ്പൺ ഏരിയയാണിത്. ഇവിടെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇത് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റെയറാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പല ലൊക്കേഷനിലായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് കാക്കനാട്, ആലുവ, അതുപോലെ തന്നെ എടപ്പള്ളിക്കൊക്കെ മധ്യത്തിലാണ് ഈ സ്ഥലം. മൊത്തം 4.25 സെൻറ്റ് സ്ഥലത്ത് 2160 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഈ ഒരു വീടിന് 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച് നടക്കുന്ന വീട്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർ കണക്ഷൻ വേറെ വേണമെങ്കിൽ അതും കിട്ടും. ഈ വീടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.